പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്യുന്നവരുണ്ട് ഈശോയെ, ഭാഗോടമ്പടി ചെയ്യുന്നവരുണ്ട് ഈശോയെ, സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട്, അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുണ്ട് ഈശോയെ, അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട്. എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതലെ നീ സങ്കടപ്പെടുന്നത്, അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ ഉണ്ടാകും. കർത്താവ് സെൻഡ് ചെയ്യണതാണത്. നീ ധൈര്യമായിട്ട് പോകാം. എപ്പോൾ പോകുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. കാര്യങ്ങൾ വൈരാഗ്യം മൂർച്ഛിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം. ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട. മറിച്ച് കർത്താവിൻ്റെ ആയുധമായ, സ്വർഗത്തിൻ്റെ ആയുധമായ ജപമാല നീ കയ്യിലെടുക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല, നിൻ്റെ കർത്താവാണ്. പുറപ്പാട് 14:1-14 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇത്തിരി ക്ഷമ വേണം ചില കാര്യങ്ങൾക്ക്. ഇപ്പം തന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് നിൽക്കുക. നിങ്ങൾ മൗനമായിരിക്കുക, നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് വ്യത്യസ്തങ്ങളായ തർജ്ജമകളുള്ളത്. നിങ്ങൾ ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതിക്കായി കാത്തിരിക്കാൻ സമയം അനുവദിക്കുക എന്ന അർത്ഥമുണ്ട്. കർത്താവെ, ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സാവകാശവും
സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് മനുഷ്യന് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പം നിൻ്റെ അമ്മ തന്നെ പ്രായമായ അമ്മയാണ്, രോഗിയായിട്ട് കിടക്കുകയാണ്. ഡോക്ടർ വലിയ ഒരു ഓപ്പറേഷൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, മകനെ എന്നെ ചെത്തി കയറണ്ടായി എൻ്റെ ഈ പ്രായത്തിൽ, അല്ലെങ്കിൽ ഇത്രയും കാശ് നീ എനിക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല, അത് നിൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശല്ലേ മുടക്കണം എന്നൊക്കെ അമ്മമാർ പറയുമ്പോഴും നമുക്ക് ഒരു ബാധ്യതയുണ്ട്. കാര്യം നമ്മളാക്കിയ ഭൗതിക വളർച്ചയുടെ പിന്നിൽ, എല്ലാ വളർച്ചയുടെ പിന്നിൽ അമ്മയും അപ്പനും ഉണ്ട്. അപ്പോൾ അത് മനസാക്ഷിയോടുകൂടി അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളെന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 വയസ്സ് കഴിഞ്ഞുള്ള ആക്കൽ മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള ആക്കൽ അവരുടേതാണ്. മാതാപിതാക്കന്മാരും അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ ആൻറ്റിമാരൊക്കെ ആയിരിക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളത്. 20 വയസ്സ് ഇപ്പോൾ ചില ആൾക്കാർ അപ്പനും അമ്മേനൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ അവർ പറയണത് ഞാനല്ലേ പഠിച്ചത്, ഞാൻ പഠിച്ച് ഞാൻ കാശുകാരനായി, അത് അപ്പനും അമ്മേനെ സഹായിച്ചില്ല എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ അകത്തൊരു ചെറിയ അഹങ്കാരമുണ്ട്. അപ്പോസ്തലന്മാർക്ക് പോലും അങ്ങനെയുള്ള ചെറിയ ആധ്യാത്മിക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം പോള് പറയത്തില്ലേ, സെൻറ്റ് പോള് എന്താ പറയണേ, എൻ്റെ അവസാന ട്രയലിൽ നിങ്ങളാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയൊന്നും ആധ്യാത്മികതയിൽ പറയാൻ പാടില്ലാത്തതാണ്. 2 തിമോത്തി 4:16-17 പൗലോസ് അപ്പോസ്തലൻ്റെ വളർച്ച എന്ന് പറയുന്നത് അറിയാമല്ലോ. നിങ്ങൾ പരിചയനാണെങ്കിൽ ഞാനും പരിചയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും അതെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലോകായികമായ രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം അവസാനം എളിമപ്പെട്ട് ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനമുണ്ട്, വളർച്ച. ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ഇത്. എന്താ പറഞ്ഞത്? എൻ്റെ ന്യായവാദങ്ങളിൽ കോടതിയിലെ കാര്യം പറയുകയാണ്. ഞാൻ ആദ്യം അവതരിപ്പിച്ച കോടതിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കോടതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത് അവതരിപ്പിക്കുന്ന പ്രബോധനത്തിൻ്റെ ന്യായവാദങ്ങളാണ്. ആരും എൻ്റെ ഭാഗത്തല്ലായിരുന്നു, ഇൻക്ലൂഡിങ് ഇവ കൂടെയുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും കാര്യം പൗലോസ് പറയുന്ന കാര്യങ്ങൾ പത്രോസിന് പോലും മനസ്സിലാകുന്നില്ലായിരുന്നു. ഒക്കെ പലപ്പോഴും ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് ഏതൻസിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വന്ന് കേട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പിരിഞ്ഞു പോണ കാണാം. ഒരു പരാജയപ്പെട്ട പ്രസംഗികനായിരുന്നു ആദ്യം. പ്രസംഗിച്ച് ആൾക്കാർ കേട്ട് ഉറക്കം തൂങ്ങി താഴെ വീണ് മരിച്ച കഥ വരെ ഉണ്ട് പൗലോസിൻ്റെ ചരിത്രത്തിൽ. അപ്പം അതെല്ലാം പൗലോസിനെ കർത്താവ് ക്രമീകരിക്കുകയാണ്. എഴുത്തിൽ ഭയങ്കരമല്ലാത്ത അഭിഷേകമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത്. 2 പത്രോസ് 3:15-16 നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. ബിഗസ്സായിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി വചനങ്ങളെ വളയ്ക്കണ സമയത്ത്
തങ്ങളുടെ വ്യാഖ്യാനിക്കത്തിലേക്ക് വചനത്തെ വളച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു പോകും. അതാണ്. അപ്പം അത് അങ്ങനെയുള്ളത് കൊണ്ട് ചില ആൾക്കാർ പൗലോസിനെ ഇങ്ങനെ ന്യായവാദങ്ങളെ, അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ച ക്രിസ്തു വിജ്ഞാനീയത്തെയും, പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട്, അപ്പോഴും പൗലോസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ചവരുള്ള സങ്കടങ്ങളാണത്. പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗലോസിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളുണ്ടായിരുന്നുള്ള ആളാണ് അമ്മ. പക്ഷേ ആരോടും അത് പറഞ്ഞില്ല. ലൂക്കായും അമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായിലേ പറയണത്. അപ്പോൾ അവരമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ്. പൗലോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലൂക്ക വഴി പോലും പൗലോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല. അതിൻ്റെ പരാധീനത അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിലുണ്ട്. ഈ ഒരു സംഭവം എൻ്റെ ന്യായവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ, അപ്പം എൻ്റെ സങ്കടങ്ങളിൽ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ, എഴുതിപ്പോലും വെക്കില്ല. അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാവും. ആരോടും പറയാത്ത, അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ്. കർത്താവിൻ്റെ വിഷയത്തിൽ അത് തന്നെയാണ് ഉള്ളത്. കർത്താവിൻ്റെ വിഷയം പറയുമ്പോൾ ഇപ്പോൾ പൗലോസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചു പോകുന്ന കാലം വരും. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ സംഭവങ്ങൾ പറയണത് രണ്ട് ഫീലിങ്ങിലാണ് പറയണത്. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. പൗലോസ് സംഭവിച്ചതിന്, ഈശോയ്ക്ക് സംഭവിച്ചതിന് പൗലോസ് സംഭവിച്ചത്. പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത്. എൻ്റെ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളെന്നെ സഹായിച്ചില്ലെന്ന് തന്നെ പറയണത്. ഈശോ കുറ്റപ്പെടുത്താതെയാണ് പറയണത്. അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസിൽ നിന്ന് കുറ്റപ്പെടുത്താത്ത ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്നു കയറാനുണ്ട്. അത് നടന്നു കയറിയ ആളാണ് മറിയം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. അപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളിൽ, അതൊരു വിജയമാണ്. ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹനങ്ങളെക്കുറിച്ച്. അത് എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലല്ല സംസാരിക്കണത്. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു ലൈനിലാണ് സംസാരിക്കണത്. അത്ര ഈസി അല്ല. ഇരുന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മിഷൻ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ, അതുപോലെ തന്നെ വുഡ് ഫ്രീ, വിറകില്ലാത്ത കിച്ചൺ, പിന്നെ അങ്ങനെ ഓരോ കിച്ചൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴ് വന്ന് ഗ്യാസ് ഫ്രീ കിച്ചണാണ്. അപ്പോൾ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ്, കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ്. അത് മറിയത്തിൻ്റെ സ്ത്രീകാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു, ആ ലെവൽ കീപ്പ് ചെയ്തെന്നുള്ളതാണ് മറിയ ആധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിക്കുന്നവർ
മരിയൻ ആധ്യാത്മികതയാണ് ജീവിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാകണം. ആദ്യമേ തന്നെ അമ്മയുടെ ഈ തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം നൽകാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനോടും ഈശോയോടും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൾഡ്രിയ. ഞാൻ വരാപ്പുഴ തേവർകാട് തിരുഹൃദയ ദേവാലയം അംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 20 ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ അമ്മച്ചിയുടെയും എൻ്റെ ആൻറ്റിമാരുടെയും നിർബന്ധത്തിന് അവർ നിർബന്ധിച്ചിട്ടാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോവാനായിരുന്നു. അപ്പം ജൂണിൽ എൻ്റെ ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിനേക്കാളും മുമ്പ് മെയ് 20 വന്ന് ഞാൻ ആൻറ്റിമാരുടെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞ ശേഷം ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത്. പക്ഷേ എനിക്ക് ലാംഗ്വേജ് കുറേ പഠിക്കാനുണ്ടായി. ആദ്യത്തെ സമയമൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പം ഉടമ്പടി നിയോഗങ്ങളൊക്കെ ഉടമ്പടി കാര്യങ്ങളെല്ലാം എനിക്ക് മെയ് മാസം നല്ലോണം ചെയ്യാൻ പറ്റി. പക്ഷേ ജൂണിൽ ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പള്ളിയിൽ പോകാനായാലും പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനൊക്കെ ആയാലും സമയം ശരിക്കും കിട്ടാതെ വന്ന ഒരവസ്ഥയായി. വൈകുന്നേരം വരെ ക്ലാസ്സൊക്കെ ഇരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറേ പഠിക്കാനും ഉണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ആഗസ്റ്റ് ആയപ്പോഴേക്കും 90 ദിവസമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ഈ ഉടമ്പടി ഞാൻ പുതുക്കാം. ഇപ്പോഴല്ല മാതാവ്, എപ്പോഴാണ് ഞാൻ ഉടമ്പടി പുതുക്കണം എന്നുള്ളത് മാതാവിന് തോന്നണത് എപ്പോഴാണ്. അപ്പം എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഉടമ്പടി സ്റ്റോപ്പ് ചെയ്തത്. അപ്പം ആ ഉടമ്പടി ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്ത് അന്ന് ഞാൻ എൻ്റെ ആധാർ കാർഡിന് അപ്ഡേഷൻ ആപ്ലിക്കേഷൻ വെച്ചേക്കണമായിരുന്നു. ഞാൻ ആഗസ്റ്റിൽ ആപ്ലിക്കേഷൻ വെച്ച് എൻ്റെ അമ്മച്ചി അത് കഴിഞ്ഞ് കുറേ നാളായിട്ട് ഒരു വിവരവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആയപ്പോഴേക്കും എൻ്റെ അമ്മച്ചിയും അനിയനൊക്കെ പോയി ആധാർ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് അന്ന് രാത്രി തന്നെ ആധാർ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയാലേ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ B2 എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വിഷമമായി. ആ സമയം ഞാൻ A2 കഴിയാറായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഒരു ഒക്ടോബർ മാസം തുടങ്ങി ഡിസംബർ വരെ ഞാൻ എപ്പോഴും ഈ ആധാർ കാർഡ് ശരിയാക്കണതിൻ്റെ പുറകെ ഇങ്ങനെ അക്ഷയയിൽ പോകും. അപ്പോൾ അവർ പറയും ഇതിനൊരു പോർട്ടലുണ്ട്, അവിടെ പോയിട്ട് നിങ്ങളുടെ പരാതി അവിടെ സബ്മിറ്റ് ചെയ്യണം, പരാതി കൊടുക്കണം, അവിടെ എഴുതിയിടണം. അപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തരും. അവരെന്താ പറയണതനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് പിന്നെയും അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുമെന്നില്ലെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ആകെ ഒരു വിഷമം, ഇത് എന്ത് ചെയ്യും എന്നുള്ളതായി. ഞാൻ എപ്പോഴും ആ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ചോദിക്കും എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്താണെന്നൊക്കെ. പക്ഷേ അവർ ഞങ്ങൾ നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായി. ജനുവരിയൊക്കെ എപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ കൂനമാവ് മേഖല കൺവെൻഷൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോഴേക്കും ആധാർ വെച്ച് ഇങ്ങനെ ആധാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തരണേണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഉടമ്പടി പുതുക്കണത് മാതാവ് ഓർമ്മിപ്പിക്കണമെന്ന്. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഓർത്തപ്പോഴേക്കും ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പിറ്റേ ദിവസമായപ്പം ഞാൻ കൊടുത്ത പരാതി അവർ കണ്ട് അത് അവർ സ്വീകരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ ആധാർ അപ്ഡേറ്റായി കിട്ടി. ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം എനിക്ക് ആധാർ അപ്ഡേറ്റായി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നത് ഏപ്രിലാണ്. ഞാൻ B1 കഴിഞ്ഞ് B2 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ മരിയാക്ക് ശരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ B1 വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ B2 വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ ഭയങ്കര ഫീസായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീസൊക്കെ പറയുമ്പോഴേക്കും പിന്നെ നിന്ന് പഠിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് വേറെ ഫീസാവും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാലും ഞാൻ പ്രാർത്ഥിക്കും. എന്നാലും എൻ്റെ ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല രീതിയിലായിരുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ട് കൃപാസന പത്രം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ
മാർച്ച് ആയപ്പോഴേക്കും ഏപ്രിൽ B2 എക്സാം എഴുതാൻ കോയമ്പത്തൂർ സ്ലോട്ട് എടുത്ത് അത് ഞാൻ പോയി എഴുതി. ഏപ്രിൽ എനിക്ക് ഒരു മൊഡ്യൂളെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് തൈലം തേച്ചാണ് എക്സാമിന് പോയത്. പക്ഷേ ഏപ്രിൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അങ്ങോട്ട് ശരിയാവണുണ്ടായില്ല. ഇപ്പോൾ രാവിലെ 8:30 എക്സാം എന്ന് പറഞ്ഞിട്ട് 12 മണിയായപ്പോഴാണ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത്രയും നേരം ഒന്നും കഴിക്കാതെയൊക്കെ ഒരു റൂമിലേക്ക് ഇരിക്കണമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു തോന്നി. എനിക്ക് അന്നത്തെ എക്സാം എനിക്ക് ശരിയായിട്ട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഞാൻ എന്നിട്ട് തിരിച്ച് വന്ന് ഏപ്രിൽ എക്സാം കഴിഞ്ഞ് വന്ന് മെയ് ആദ്യം പോയി ഉടമ്പടി പുതുക്കേണ്ടി ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി. രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ നിയോഗം വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് നല്ലൊരു വീട് നൽകണേ മാതാവേ എന്നാണ് രണ്ടാമത് നിയോഗം വെക്കാറുണ്ടായത്. പക്ഷേ അന്ന് ഞാൻ നിയോഗം വെക്കാൻ പോയപ്പോൾ എന്നോട് മാതാവ് എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയണേണ്, നീ ഇത് വെക്കണ്ട, നീ വീട് ഞങ്ങളുടെ വീടിൻ്റെ 2 അരികെ തോടാണ്, അപ്പോൾ ആ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എനിക്ക് അതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. ഞാൻ അത് നിയോഗത്തിൽ വെച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ വന്ന് താമസിച്ച് തുടങ്ങിയിട്ട് ഒരു 9 വർഷമായിട്ടുണ്ടായി. അതിനൊക്കെ തോട് പണിയാനായിട്ട് പൈസയൊക്കെ ഒപ്പിച്ച് ഒരാളുടെ അടുത്ത് കല്ലടിക്കാനായിട്ട് പൈസ കൊടുത്തിട്ട് ഒരു 2-3 വർഷമായിട്ടുണ്ടായി. ആ ചേട്ടൻ കല്ലടിച്ച് തന്നെ ഉണ്ടായില്ല. കാരണം എന്തോ പ്രശ്നങ്ങളുണ്ട്, പെർമിറ്റ് കിട്ടണില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി വീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേട്ടൻ വിളിക്കണ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ആ ചേട്ടൻ വിളിച്ചിട്ടും പറയണേണ് എനിക്കിപ്പം ഇങ്ങനെ അടിച്ചു തരാൻ പറ്റും, ഞാൻ വന്ന് വീട്ടിലൊന്ന് അടിച്ചു തരട്ടേന്നു. അപ്പം അപ്പിച്ചു പറഞ്ഞ് ഇല്ല ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പൈസ കിട്ടില്ല, കെട്ടാനൊക്കെ പൈസ വേണം, അപ്പം അതിന് പൈസ കിട്ടില്ല, ഇപ്പം അടിച്ചു തരണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല എനിക്ക് ഇപ്പം തന്നെ വന്നടിച്ചു തന്നെ എന്ന് പറഞ്ഞ് അന്ന് കല്ലടിച്ച് മെയ് മാസം ആ ഒരു ജൂണിലിട്ട് മഴ വന്നെ, മെയ് അവസാനം മഴ തുടങ്ങണേണ്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിച്ച്. ആ മെയ് മാസം അവസാനം മെയ് 16-ാം തീയതി ആയപ്പോഴാണ് ഞാൻ ഏപ്രിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് തന്നെ, ഗോയിത്തെ B2 എക്സാമിൻ്റെ റിസൾട്ട്. അപ്പം ഞാൻ ഒരു മൊഡ്യൂൾ പോലും എനിക്ക് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം 33,000 രൂപ ഏജൻറ്റ് ഫീസും എക്സാം ഫീസൊക്കെ അടക്കം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായി. അപ്പം ഞാനാണെങ്കിൽ B2 പഠിച്ചിട്ടുണ്ടായില്ല. അപ്പം എന്നോട് പഠിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാരമില്ല, ഞാനത് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പക്ഷേ അത് കിട്ടിയില്ല എന്നായപ്പോഴേക്കും ഭയങ്കര സങ്കടമായി. എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞ് നിനക്ക് ഇത് നിർത്തി, ഇപ്പം ഡിഗ്രി കഴിഞ്ഞതല്ലേ, PGക്ക് പോകാൻ പാടില്ല, ഇത് കിട്ടാൻ പോകണില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആ മെയ് 16-ാം തീയതി തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. എനിക്ക് അത് എന്താണെന്ന് അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ സങ്കടമായിട്ടിരുന്നപ്പോൾ ഞാൻ ജപമാല ചൊല്ലി അന്ന്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും ശരിക്കും കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് ഉടമ്പടി സാക്ഷി അയച്ചു തരുമെങ്കിലും ഞാനതൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ ആദ്യം 2-3 ദിവസം ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് ഫീലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ വന്ന് അപ്പം ഞാൻ അത് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച കുട്ടികളുടെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടിയിലത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു 2ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ ഒരാളുടെ പക്വതയോടുകൂടി ആയിരുന്നില്ല ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറയണ കേട്ട്, അതായത് ഏഷ്യ 45:2-3 എന്നുള്ള വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ ഒരു വചനം 55 പ്രാവശ്യം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് ആ കൊച്ചെന്ത് ചെയ്യുമ്പോഴും അവൾക്കത് നടന്ന് കിട്ടുമെന്ന് ഇങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും ഞാനും ആ വചനം ആദ്യം തന്നെ 55 പ്രാവശ്യം എഴുതി പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഒരു മെയ് അവസാനം 30-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മെസ്സേജ്, ഞാനിങ്ങനെ കുറേ ഇങ്ങനെ സ്ലോട്ടൊക്കെ എടുക്കാനായിട്ട് കുറേ ഗ്രൂപ്പിൽ ചേർന്നേച്ച്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ കണ്ടതാണ്
തിരുവനന്തപുരം ഗോയിത്തേലെ എക്സാമിന് സ്ലോട്ട് എടുക്കണേന് നമ്മൾ മെയിലാണ് അയക്കേണ്ടത്. അപ്പോൾ മെയിൽ അയക്കേണ്ട തീയതി മെയ് 31 ആയിരുന്നു. അപ്പോൾ അന്ന് എന്നോട് പുള്ളിലിരുന്ന് ആരോ പറഞ്ഞു നീ അതിന് മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ അയച്ചാൽ കിട്ടേണ്ടതല്ല. ഇപ്പം വൈഫൈ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഇങ്ങനെ മെയിൽ അയച്ചാൽ കിട്ടാറില്ല. പക്ഷെ ഞാൻ അത് വിശ്വസിച്ച എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയണത് അത് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ അന്ന് മെയ് 31 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോണിൽ ഞാൻ ഉപ്പ് വിതറി. എന്നിട്ട് ഞാൻ എൻ്റെ മെയിൽ അയച്ച് അതൊരു ജൂൺ 10 ആയപ്പോഴേക്കും റിപ്ലൈ മെയിൽ വന്ന് നിനക്ക് അന്ന് എനിക്ക് ഞാൻ റൈറ്റിങ്ങും റീഡിങ്ങും ആണ് ആ സ്ലോട്ട് എടുത്തേച്ചത്. അതിലെനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട അത് സ്ലോട്ട് കിട്ടിയെങ്കിലും പോകണ്ട, കാരണം നീ നിനക്കൊന്നും അറിയാൻ പാടില്ല, നല്ലോണം പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയി B2 പഠിച്ച് മാത്രം നീ എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് ഇതിന് ഭയങ്കര വിശ്വാസത്തോടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മച്ചി പറഞ്ഞ് എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് അന്ന് എക്സാം എഴുതാൻ പോണത്. എക്സാമിന് സ്ലോട്ട് കിട്ടിയപ്പോൾ അത് ബുക്ക് ചെയ്ത് പൈസയൊക്കെ അടച്ച് ഞങ്ങൾ ജൂലൈയിൽ പോയി എക്സാം എഴുതി. അത് ജൂലൈയിൽ പോയി എക്സാം എഴുതുന്ന സമയത്ത് കുറേ തടസ്സങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ ഞാൻ ജൂലൈയിൽ എക്സാം എഴുതാൻ പോണതിനേക്കാളും മുമ്പ് ജൂലൈ 12 എനിക്ക് എക്സാം, അതിനേക്കാളും മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോൾ അച്ഛനുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് എഴുതണത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് ഫീലായിരുന്നു. എനിക്കിത് കിട്ടും അത്രയും ഉറപ്പ് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ B2 എക്സാം എഴുതാൻ പോയപ്പോഴേക്കും ജൂലൈയിൽ തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ പെട്ട് കിടന്ന് കുറേ നേരം കിടന്ന് 2 മണിക്ക് എക്സാമിന് ഞാൻ 1:50 ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ബസ്സിലായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് കയറി അങ്ങനെയാണ് പോയത്. 1:55 ആയപ്പോൾ ഞാൻ സെൻറ്ററിലെത്തിയത്. പക്ഷെ അവർ കയറ്റി വിട്ടെന്നെ. എന്നിട്ടും ഞാൻ ചെന്ന് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ റൂമിലോട്ടും കൊണ്ടുപോയി, റൂമിൽ എക്സാം എഴുതാനായിട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും ഞാനൊന്നും പഠിച്ചതൊന്നും അങ്ങനെ എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ബസ്സിൽ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചു, മാതാവ് എനിക്ക് എന്താ വന്നേന്നുള്ളത് ഒന്ന് കാണിച്ചു തരുമോ, റൈറ്റിങ്ങിന് എന്താ വന്നേന്നുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചെങ്കിലും ഞാനത് മറന്നു പോയിട്ടുണ്ടായി. പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും റോഡിൽ ഇങ്ങനെ CCTV എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം ഞാൻ ആ ടോപ്പിക് കണ്ടപ്പോൾ അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിത് റിവൈസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് നോക്കി വെച്ചിട്ടുണ്ടായി. ഞാൻ എക്സാമിന് പോയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് അതാണ്. അത് പഠിച്ചത് തന്നെ എനിക്കത് എഴുതാൻ പറ്റി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എക്സാം എഴുതിയില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലോട്ടാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഓഗസ്റ്റ് അവസാനമാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ 2 മൊഡ്യൂളും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പെടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ജൂലൈയിലും എക്സാം എഴുതി, സെപ്റ്റംബറിലും ഒക്ടോബറിലും എക്സാം എഴുതിയിട്ടുണ്ടായി. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒരു മൊഡ്യൂൾ, ബാക്കിയുള്ള ഓരോ മൊഡ്യൂളായിട്ട് ഞാൻ സെപ്റ്റംബറും ഒക്ടോബറും എഴുതി. അപ്പം അതൊക്കെ ഞാൻ നോമ്പെടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഏജൻറ്റ് വഴിയാണ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യണം. പക്ഷേ എൻ്റെ ഏജൻറ്റ് മാതാവായിരുന്നു. കാരണം ഒരു മൊഡ്യൂൾ ബുക്ക് ചെയ്യാൻ 2000 തൊട്ട് 6000 വരെയൊക്കെയാണ് റേറ്റ് വന്നത്. പക്ഷേ ഞാനത് ഫ്രീ എനിക്ക് ആ ഒരു പൈസയെ ആയിട്ടില്ല. ഞാൻ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഫോണിൽ മാതാവിൻ്റെ ഉപ്പ് വെതറി അതിനുശേഷം ഞാൻ മെയിൽ അയക്കുമ്പോൾ എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, സ്ലോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എക്സാം പോയി എഴുതി. എനിക്ക് ഒക്ടോബറിൽ എൻ്റെ സ്പീക്കിംഗ് എക്സാമിനും എനിക്ക് ആദ്യം കിട്ടിയ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതിയപ്പോഴും അച്ഛൻ വന്ന് കണ്ടിട്ടാണ് പോയത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ടാണ് പോയത്. അപ്പം അന്നും എനിക്ക് നല്ല പ്രതീക്ഷ, എനിക്ക് എന്തായാലും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ ഇങ്ങനെ എൻ്റെ രജിസ്ട്രേഷൻ ഫോം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് അതും ഉറപ്പായിരുന്നു എനിക്ക് സെപ്റ്റംബറിൽ എക്സാം ഞാൻ പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അടുത്ത സ്ലോട്ട് ഒക്ടോബറിലോട്ട് ബുക്ക് ചെയ്തത്. അങ്ങനെ എനിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാനും പറ്റി. എനിക്ക് ആ എക്സാം കിട്ടും, അത് കാരണം ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഒക്ടോബറിൽ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തത്. അങ്ങനെ ഒക്ടോബറിലെ എക്സാം സ്പീക്കിംഗ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ടോപ്പിക്ക് എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, പുതിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്ക്
ഞാനിങ്ങനെ പതിയെ പറഞ്ഞുകൊണ്ടിരുന്ന, അതായത് കുറച്ച് സ്ലോ ആക്കും, നിർത്തി പോകുന്നുണ്ടായി എനിക്ക്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ എക്സാമിനേഴ്സ് എന്നോട് പറഞ്ഞു, ഇയാൾ സ്റ്റോപ്പ് ചെയ്തോ, കുട്ടി സ്റ്റോപ്പ് ചെയ്തോ, അടുത്ത ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒപ്പീനിയൻ പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് എക്സാം കിട്ടൂലേന്നായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാശുരൂപത്തിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവ് നോക്കിക്കോളണേന്ന് പ്രാർത്ഥിച്ച്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടോപ്പിക്കൊക്കെ ഡിസ്കഷനാണ്, നമ്മൾ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം അതെനിക്ക് നല്ലോണം തന്നെ പറയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ എക്സാം പാസ്സാവാനായിട്ട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായി. അപ്പം ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ അഖണ്ഡ ജപമാല ഉള്ള കാരണം, ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് കൂടാനായിട്ട് ഉള്ള കാരണം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന്. അപ്പം ഞാൻ റാലിക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കടൽ തീരത്തിൻ്റെ ആ സൈഡ് കഴിഞ്ഞ് നടന്നു പോണ സമയത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്ന് തേങ്ങ വീഴുന്നു. തേങ്ങ എൻ്റെ ദേഹത്തും തൊടാതെ ഇങ്ങനെ മുടിയുടെ ഇതിൽ കൂടെ വീണ് താഴത്തോട്ട് വീഴണം. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞ് മാതാവ് കൂടേണ്ടല്ല, മാതാവ് കാത്താണ്, അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബാക്കി കൂടെയുള്ളവരൊക്കെ മാതാവ് കൂടെ ഉണ്ടല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഒക്ടോബർ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും നവംബറിൽ ഇങ്ങനെ സിസ്റ്റേഴ്സ് വഴിയായിട്ട് ജർമ്മനിയിലോട്ട് പോവാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എടപ്പള്ളിയിൽ. അപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞ്, അതിന് ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കണേ. എക്സാം റിസൾട്ട് വന്നേക്കാളും മുമ്പായിരുന്നു ഇൻ്റർവ്യൂ, നവംബർ 20 ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. 100-ലധികം പിള്ളേർ ഉണ്ടായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നവംബർ അവസാനം 30 ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. ഞാൻ സ്പീക്കിങ്ങും പാസ്സായി. ഞാൻ 4 മൊഡ്യൂളും കുറഞ്ഞ സമയം കൊണ്ടാണ് എനിക്ക് മാതാവ് പാസ്സാക്കി തന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഡിസംബർ 10 ആയപ്പോഴേക്കും ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ജർമ്മൻസ് 3 ജർമ്മൻസ് വന്നാണ് ഇൻ്റർവ്യൂ എടുത്തത്. അവിടെ നിന്ന് എനിക്ക് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്ന്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്, അത് ജനുവരിയിലായിരിക്കും. ജനുവരി ആദ്യം തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ സാധിക്കും എന്നുള്ള രീതിക്ക് മെയിൽ വന്ന്. പക്ഷേ ഒരു ജനുവരി പകുതിയൊക്കെ കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും അതിനെക്കുറിച്ച് വേറൊരു വിവരവും ഇല്ല. ഞാൻ അവർക്ക് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ച് ഇങ്ങനെ എന്താ ഇനി എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചിട്ടും തിരിച്ച് റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശരിക്കും. അപ്പോൾ എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, മോൾ ഇത് നോക്കി നിൽക്കേണ്ട, വേറെ ഏജൻസിക്ക് കൊടുത്ത് പോകാൻ നോക്കുമെന്ന് പറഞ്ഞ്. എന്നാലും ഇത് കിട്ടണമെങ്കിൽ നല്ലതായിരുന്നല്ല എന്ന് വിചാരിച്ച് നിന്ന്. പക്ഷേ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറൊരു ഏജൻസി കൊടുത്ത്. എന്നാലും എനിക്ക് വിഷമമായിരുന്നു, കാരണം ഇനി ഇത് വേറെ ഏജൻസി കൊടുത്ത് പ്രോസസ്സിങ് തുടങ്ങി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതൊരു വിഷമമില്ല എന്ന്, കാരണം അത്രയും പൈസ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഇത് കിട്ടില്ല എന്നാണെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും എനിക്ക് അറിയാൻ സാധിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചേച്ച്. അപ്പം എൻ്റെ കൂടെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയ വേറൊരു കൊച്ചുണ്ടായി. അവനും മെയിൽ അയച്ചിട്ടുണ്ടായി. അവന് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായി, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾക്ക് സീറ്റ് തരാനായിട്ട് ഇവിടെ സീറ്റ് ഇല്ല എന്നുള്ള അങ്ങനെ ഒരു മെസ്സേജ് അവന് കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും സമാധാനമായി. അത് കിട്ടിയില്ല, അത് ഇപ്പോൾ വേറെ ഏജൻസി കൊടുത്ത്. അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി അവസാനമാണ് ഏജൻസി കൊടുത്തത്. ഏജൻസി കൊടുത്ത് ഫെബ്രുവരി അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഏജൻസികളിലൊക്കെ 1-2 ഇൻ്റർവ്യൂ കിട്ടുള്ളൂ. എനിക്ക് 5 ഇൻ്റർവ്യൂ വരെ ഒരു പെട്ടെന്ന് തന്നെ 5 ഇൻ്റർവ്യൂ ആണ് എനിക്ക് കിട്ടിയത്. മൂന്നാമത്തെ ഒരാഴ്ച 5 ഇൻ്റർവ്യൂ അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി പ്രോസസ്സിങ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ലാഗായിരുന്നു. പക്ഷേ
ജൂൺ അവസാനമായപ്പോഴേക്കും ഏജൻസി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിസക്ക് VFSൽ സ്ലോട്ട് എടുക്കാൻ പോണേണ്. അപ്പോൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ മാതാവ് വഴിയായിട്ട് എനിക്ക് ഞാൻ കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതൊക്കെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിൻ്റെ അതൊക്കെ മേടിച്ച് വെച്ച് ആ മെയ് മാസം മേടിച്ച് വെച്ച് ജൂണിൽ എന്നോട് അവർ വിസക്ക് വെക്കാനായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ച് അതൊക്കെ അയച്ചു കൊടുത്ത് ജൂലൈ 10 ഞാൻ VFSൽ പോയി എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്ത്. അവിടേക്ക് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ അവിടേക്ക് പോകുമ്പോഴും വിശുദ്ധ തൈലം എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തേച്ചിട്ടാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത്. അപ്പം എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ എനിക്ക് എന്നോട് ഏജൻസി പറഞ്ഞത് ഒരു 10 ഇപ്പോൾ വിസ ആപ്ലിക്കേഷൻ വെച്ച് ഒരു 30 ദിവസമെങ്കിലും എടുക്കും എന്തെങ്കിലും അറിയാനായിട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു 15 ദിവസമായപ്പോഴേക്കും എനിക്ക് മെയിൽ വന്ന് VFSൽ നിന്ന് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് 20 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് കാരണം ഏജൻസി പറഞ്ഞത് കോൺഫിഡൻസ് ഇല്ല ഞങ്ങൾക്ക്, ഡിഗ്രി ഉള്ള കാരണം നേഴ്സിംഗ് വിസ കിട്ടാൻ പാടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഞാൻ വൃദ്ധസദനത്തിൽ പോയി ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. അവിടെ അമ്മമാരെ അവരുടെ നഖം വെട്ടി കൊടുക്കും, അവരെ കുളിപ്പിച്ച് കൊടുക്കും, അങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുമ്പോൾ തുടങ്ങിയാണ് ഞാൻ പത്രം ശരിക്കും പറഞ്ഞാൽ കൊടുത്തു തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ കൊടുക്കും, പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ വീടുകളിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിന് എൻ്റെ കൃപാസനമൊക്കെ ഞാൻ 1000 നന്ദി പറയുന്നു. ബാറൂക്ക് 4:28-30 തിരുവചനങ്ങൾ. ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന അവിടുത്തെ തേടുവിൻ. ജെറുസലേമേ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. ആൻഡ്രിയ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. മകൾ എന്തൊക്കെയാണോ ത്യാഗപൂർവം ഉടമ്പടിയിൽ അനുഷ്ഠിച്ചത് അത് മുഴുവനും മകൾക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയാകുന്നതാണ് മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. പിന്നീട് വിസ പ്രോസസ്സിന് കൊടുത്തു. ആദ്യത്തെ പ്രോസസ്സിന് കൊടുക്കുമ്പോൾ സെലക്റ്റായി, പക്ഷേ പ്രോസസ്സ് മുന്നോട്ട് പോയില്ല. അതും മകളിങ്ങനെ അടുത്തടുത്ത് കൊടുക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒട്ടും വൈകാതെ മകൾക്ക് വേഗത്തിൽ ഓരോ കാര്യം ക്രമീകരിച്ചു കൊടുക്കുകയും വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി 100% ഫലമുള്ള ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ്. ഉടമ്പടിയോട് നാം ജീവിതം ചേർത്ത് വയ്ക്കുകയും ഉടമ്പടിയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് നൽകാനുള്ളതൊന്നും വൈകിക്കില്ല. അത് നന്നായി അനുഗ്രഹമായി നമുക്ക് ജീവിതത്തിൽ നിന്നും സുരക്ഷിതമാകും വിധം കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടിയുടെ അലസ ജീവിതത്തിൽ നിന്നും ഉടമ്പടിയുടെ ആത്മാർത്ഥ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി മാറുമ്പോൾ കൂടെ നടന്ന് സഞ്ചാരി മാതാവ് സമയം ചുരുക്കി ഓരോ വിഷയത്തെയും എങ്ങനെ കാണുകയും സഹായിക്കുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തെ ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നു. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.